നിങ്ങൾ എ സി വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു നല്ല ദിവസത്തിന് കാത്തിരിക്കുകയാണോ? അതായത് വില കുറയുന്ന മഴക്കാലത്തിന് വേണ്ടിയിട്ട്? എന്നാൽ അതൊരു മണ്ടത്തരാണ്. അങ്ങനെ എ സിക്കൊന്നും വലിയ രീതിയിലുള്ള വിലകളൊന്നും മഴക്കാലത്ത് മാറാറില്ല. കറക്റ്റ് GSTയും കാര്യങ്ങളൊക്കെ അടച്ചു വരുന്ന സാധനങ്ങളാണ്. അതിനൊരു ഇത്ര എമൗണ്ട് ഉണ്ടാവും. ചില എ സികളൊക്കെ കമ്പനിക്കാർ വിൽക്കുന്നത് വളരെ കുറച്ച് ലാഭം കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ടോപ്പ് 5 1 ടൺ 5 സ്റ്റാർ എ സികളെ കുറിച്ചിട്ടാണ്. പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 5 സ്റ്റാർ നല്ല എ സികൾ ഏതാണ് 1 ടണ്ണിലുള്ളത് എന്നുള്ളത്. അത് കൃത്യമായിട്ടുള്ളൊരു പഠനം നടത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ആ 5 എ സികൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് LG, വോൾട്ടാസ്, ഗോദ്റെജ്, കെരിയർ, ഹെയർ. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. ഏതൊരു എ സി എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിൽ നല്ല ഫീച്ചേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ്. 6-in-1 AI കൺവെർട്ടബിൾ ആണ്. ഈ എ സിയിൽ ഏകദേശം 6 തരത്തിലുള്ള AI സംവിധാനങ്ങളുണ്ട്, AI മോഡുകളുണ്ട് എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കലി റൂമിലെ ടെമ്പറേച്ചർ മനസ്സിലാക്കിയിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു ടെക്നോളജി, AI ടെക്നോളജി ഈ പറയുന്ന LGയിലുണ്ട്. അതുപോലെ തന്നെ ഡുവൽ ഇൻവെർട്ടർ ആണ്. ഡുവൽ ഇൻവെർട്ടർ DC വളരെ കുറഞ്ഞ വോൾട്ടേജിൽ വരയ്ക്കുന്ന ഡുവൽ ഇൻവെർട്ടർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തണുപ്പ് LG എന്ന എ സി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വിരാട് ഫാസ്റ്റർ കൂളിംഗ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഇവരുടെ അൾട്രാ കൂളിംഗ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പുതിയ ഫീച്ചറാണ്. അതുപോലെ തന്നെ ആൻറ്റി വൈറസ് പ്രൊട്ടക്ഷൻ. ആൻറ്റി വൈറസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് റൂമിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡസ്റ്റ് കാര്യങ്ങളുണ്ടാവും, ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കൃത്യമായിട്ട് വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഈ ഒരു പുതിയ ഫീച്ചർ ഈ LG എ സിയിലുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഓട്ടോ ക്ലീനിങ് സിസ്റ്റം. ഈ ഓട്ടോ ക്ലീനിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ എ സിയുടെ ഇൻഡോറിൽ വരുന്ന ആ ഒരു കോയിലിൻ്റെ അടുത്ത് വരുന്ന ഈ ഡസ്റ്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വലിച്ചെടുത്ത് ഓട്ടോമാറ്റിക് ക്ലീൻ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെ മ്യൂട്ട് ഫംഗ്ഷൻ. വലിയ രീതിയിൽ നോയ്സ് ഉണ്ടാവുന്നു എങ്കിൽ നിങ്ങൾക്ക് ഒരു മ്യൂട്ട് ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വല്ല വീഡിയോ പാട്ടൊന്ന് റെക്കോർഡ് ചെയ്യുന്ന സമയത്തോ എ സിയുടെ ശബ്ദം കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മ്യൂട്ട് ഫംഗ്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ മ്യൂട്ടായിട്ട് അത് പ്രവർത്തിക്കും. പിന്നെ ADS സെൻസറാണ് ഇതിൻ്റെ കംപ്രസർ ഭാഗത്ത് വരുന്നത്. ഈ സെൻസർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 52 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ പോലും കംപ്രസറിനെ സെക്യൂർ ആക്കുന്ന തരത്തിലാണ് ADS സെൻസർ നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ എ സിയിലുള്ള ഫീച്ചേഴ്സ്. ഇനി രണ്ടാമതായിട്ടുള്ളത് 4-in-1 അഡ്ജസ്റ്റബിൾ കൂളിംഗ് സിസ്റ്റമാണ് ഈ ഒരു എ സിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇതായിട്ടുള്ളത്. നമുക്ക് LGയിലാണെങ്കിൽ 6.1 ആണ്, ഇവിടെയാണെങ്കിൽ 4.1 ആണ് കിടക്കുന്നത്. അത് 4 ടൈപ്പ് കൂളിംഗ് സംവിധാനങ്ങളാണ് വോൾട്ടാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഇൻവെർട്ടർ എ സി തന്നെയാണ് ഈ എ സിയും. ആൻറ്റി ഡസ്റ്റ് ഫിൽട്ടർ, ഇത് മറ്റേ എ സിയിലുള്ള അതേ ഫീച്ചർ തന്നെയാണ്. ആൻറ്റി ഡസ്റ്റ് ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു എ സിയുടെയും പ്രവർത്തനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റൂമിലുള്ള എയറിനെ വലിച്ചെടുത്ത് അതിനെ കണ്ടീഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ ഒരു പൊടി വലിച്ചെടുക്കുന്നു എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ലോ നോയ്സ് ഓപ്പറേഷൻ ആണ്. വലിയ ശബ്ദമില്ലാത്ത ബ്ലോവറുകളാണ് ഈ ഒരു എ സിയിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ് വോൾട്ടാസ് പറയുന്നത്. അതുപോലെ മെമ്മറി റീസ്റ്റാർട്ട്, ഈ ഒരു ഓപ്ഷൻ ഒരു പക്ഷേ ഒരു ഗുഡ് ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. ചില സമയത്ത് കറണ്ട് പോണ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരു 24 ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ടൈമറും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എ സി, ഒരു 1 ഡയറക്ഷനിലേക്കോ അല്ലെങ്കിൽ 2 ഡയറക്ഷനിലേക്കോ മാത്രം സെറ്റ് വെച്ചിട്ടുള്ള ഒരു എ സിയുടെ ഈ ഒരു സംഭവം കറണ്ട് പോയി തിരിച്ചു വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതേ ഫംഗ്ഷൻ തന്നെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് മെമ്മറി റീസ്റ്റാർട്ട് എന്ന ഓപ്ഷൻ. പിന്നെ വിത്തൗട്ട് സ്റ്റെബിലൈസർ ആണ്. അത് ഈ പറയുന്ന എല്ലാ എ സിയിലും വിത്തൗട്ട് സ്റ്റെബിലൈസറും, ഞാൻ പറയുന്ന എല്ലാ എ സികളും ഇൻവെർട്ടർ എ സിയുമാണ് എന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. നാനോ കോട്ടഡ് ആൻറ്റി വൈറൽ ഫിൽട്ടർ ആണ്. അതായത് ഒത്തുകൂടി മറ്റുള്ള എ സിയിലേക്കാൾ ഒന്നുകൂടി മികച്ച തരത്തിലുള്ള നാനോ കോട്ടഡ് ആൻറ്റി വൈറൽ, അതായത് ഈ പൊടി വലിച്ചെടുക്കുന്ന സമയത്ത് ഈ നാനോ കോട്ടഡ് ഫിൽറ്റേഴ്സ് ആണ് ഇതിനുള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇത് ബ്ലൂ സ്റ്റാർ എന്ന എ സിയിലും ഈ ഒരു സംവിധാനമുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഫംഗൽ പിടിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും എ സിയെ സംരക്ഷിക്കുക, അത് കുറച്ച് ഗ്ലാസ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ്. ഇൻവെർട്ടർ എ സി ആണ്. പിന്നെ സെൽഫ് ക്ലീൻ എല്ലാ എ സിയിലുള്ളതുപോലെ അതിനുണ്ട്. പിന്നെ ഡുവൽ ഇൻവെർട്ടർ എന്നൊരു ഓപ്ഷൻ ഇതിലുണ്ട് എന്നുള്ളതാണ്. LGയിലും ഒരു പക്ഷേ ഗോദ്റെജിലാണ് ഈ ഡുവൽ ഇൻവെർട്ടർ സിസ്റ്റം ഉള്ളത്. ചെറിയ കറണ്ടിൽ നല്ല രീതിയിൽ കൂൾ പ്രൊവൈഡ് ചെയ്യും എന്നാണ് പറയുന്നത്. കെരിയർ എ സിയിൽ 6-in-1 ഫ്ലെക്സി കൂൾ ടെക്നോളജി എന്ന ഒരു ടെക്നോളജിയാണ് അടങ്ങിയിട്ടുള്ളത്. ഫ്ലെക്സി കൂൾ എന്ന് പറയുമ്പോൾ അവർ അവകാശപ്പെടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 110 സ്ക്വയർ ഫീറ്റിലേക്കൊക്കെ
വളരെ പെട്ടെന്ന് കൂളിംഗ് എല്ലാ ഏരിയയിലേക്കും എത്തിക്കാൻ സഹായിക്കുന്ന തരത്തിലാണ് അതിൻ്റെ ഡിസൈൻ എന്നാണ്. പിന്നെ DC ഇൻവെർട്ടർ ടൈപ്പ് തന്നെയാണ്. ഓട്ടോമാറ്റിക് ക്ലീൻ, അതായത് ഓട്ടോമാറ്റിക് ക്ലീൻ എയർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ AC യുടെ പ്രവർത്തനം അത് തന്നെയാണല്ലോ. പിന്നെ ഒരു 5 സെൻസർ ഈ ഒരു AC യിലുണ്ട്. ആംബിയന്റ് സെൻസറാണ്, അതായത് റൂമിന്റെ അകത്തുള്ള കണ്ടീഷൻസ്, ആ എയർ കണ്ടീഷൻ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഔട്ട്ഡോറിലുള്ള കണ്ടീഷൻ അനുസരിച്ചിട്ടും പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ കോറിന്റെ സേഫ്റ്റികൾ, ഇതിന്റെ ഈ കേബിൾസിന്റെ അല്ലെങ്കിൽ കോയിൽസിന്റെ ഒക്കെ സേഫ്റ്റി പരിശോധിക്കുന്ന സെൻസർ. പിന്നെ കംപ്രസർ സേഫ്റ്റി, പിന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ 5 സെൻസറുകൾ Carrier എന്ന AC യിൽ അടങ്ങിയിട്ടുണ്ട്. ഈ എയർ AC യിൽ ഫ്രോസ്റ്റ് സെൽഫ് ക്ലീൻ. ചില സമയത്ത് നമ്മുടെ ഇൻഡോർ AC യുടെ കോയിൽ ഭാഗങ്ങൾ ഐസ് പോലെ കട്ട പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് ഓട്ടോമാറ്റിക് സെൽഫായിട്ട് ഇത് ക്ലീൻ ചെയ്യുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിലും 7-in-1 കൺവെർട്ടബിൾ ഉണ്ട്, അതായത് 7 മോഡുകൾ എയർ എന്ന AC യിലും അടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ സൈലന്റ് മോഡ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ 3-4 AC കളിലും ഈ ഒരു സൈലന്റ് മോഡ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. വലിയ രീതിയിൽ ശബ്ദമുണ്ടെങ്കിൽ അത് കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഏറ്റവും നല്ല കൂളിംഗ് തരുന്ന AC കൂടി ആവുമല്ലോ നമ്മൾ കൂടുതൽ നോക്കുക. അപ്പോൾ LGയുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ LGയുടെ വിരാട് മോഡ് ഫാസ്റ്റർ കൂളിംഗ് എന്നൊരു ഓപ്ഷൻ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 10 അല്ലെങ്കിൽ 120 സ്ക്വയർ ഫീറ്റിൻ്റെ അകത്ത് വരുന്ന റൂമിനെ വളരെ പെട്ടെന്ന് എല്ലാ ഏരിയയിലേക്കും തണുപ്പ് കവർ ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ആ ഒരു വിരാട് മോഡ് ഇവർ ഇറക്കിയിട്ടുള്ളത്. പെട്ടെന്ന് കൂളാക്കുക, അതായത് 10 സെക്കൻഡ് കൂൾ വരുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു. അത് എത്രത്തോളം ഉണ്ട് നമുക്കറിയില്ല. പിന്നെ 5 സ്പീഡ് മോട്ടറാണ്, 5 സ്പീഡിൽ നമുക്ക് AC-യുടെ ഇൻഡോറിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. പിന്നെ 3950 വാട്ടാണ് മാക്സിമം കൂളിംഗ് കപ്പാസിറ്റി നമ്മുടെ ഇതിൻ്റെ ഈ ഒരു മോട്ടറിന് കൊടുത്തിട്ടുള്ളത്. 3950 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പിനെ പുറത്തേക്ക് വിടാൻ കഴിയുന്നു. ഓൾറെഡി അവർ പറഞ്ഞു അൾട്രാ സൈലന്റ് മോഡ് ഉണ്ട് എന്ന്. അപ്പോൾ ഈ ഒരു 5 സ്പീഡ് 3950 വാട്ടിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു AC-യുടെ ഫാനിന് ശബ്ദം കുറയും എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. പിന്നെ 6-in-1 AI സംവിധാനമുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റൂമിൻ്റെ കണ്ടീഷൻ മനസ്സിലാക്കി കൂള് കൂട്ടാനും കുറയ്ക്കാനും ഒരു കഴിവുണ്ട്. അതായത് പെട്ടെന്ന് അൾട്രാ സ്പീഡിൽ കൂള് കൂട്ടാനും കുറയ്ക്കാനും കഴിയുന്നു. 110 മുതൽ 120 സ്ക്വയർ ഫീറ്റ് വരെയാണ് ഈ ഒരു LG AC തണുപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നെസ്റ്റ് വോൾട്ടസ് ആണ് 52 ഡിഗ്രി സെൽഷ്യസ് ആണ് ഔട്ടിലെങ്കിൽ പോലും റൂമിനെ വളരെ പെട്ടെന്ന് തണുപ്പിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ കംപ്രസറുടെ ഡിസൈന്. നല്ല രീതിയിൽ തണുപ്പ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ 4 കൂളിംഗ് മോഡുകളുണ്ട്. വെറും 4 മോഡുകളാണ് അവർ പറയുന്നത്. ഈ 4 മോഡ് അത്യാവശ്യം നല്ല രീതിയിൽ റൂമിനെ തണുപ്പിക്കുന്നതാണ്. ലോ, മീഡിയം, ഹൈ, പിന്നെ അത്യാവശ്യം ടെർബോ എന്നുള്ളൊരു മോഡലാണ്. ടെർബോ കൂളിംഗ് എന്നാണ് അവർ പറയുന്നത്. അതായത് 3300 വാട്ടാണ് AC-യുടെ ഈ ഒരു ബ്ലോവറിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാട്ട് എന്നാണ് അവർ പറയുന്നത്. 110 മുതൽ 120 സ്ക്വയർ ഫീറ്റ് വരെ തന്നെയാണ് ഏകദേശം 1 ടൺ AC-കളുടെ ഒക്കെ. അപ്പോൾ എല്ലാത്തിലും ഇത് പറയുന്നു പോകുന്നില്ല. 1 ടൺ AC-യുടെ 110 മുതൽ 120 സ്ക്വയർ ഫീറ്റ് വരെയാണ് പറയുന്ന എല്ലാ AC-യുടെയും ഒരു കവറിങ് വരുന്നത്. ഗോദ്രേജ് ആണ്. ഈ ഗോദ്രേജ് AC-ക്ക് 3450 വാട്ട് കൂളിംഗ് കപ്പാസിറ്റിയാണ് അവർ പറയുന്നത്. വലിയ രീതിയിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നുമില്ല, സീതയാണ്, ഡയറക്റ്റാണ്. അതായത് മോട്ടോർ സ്പീഡ് 3450 ഉണ്ട്. അത്യാവശ്യം എല്ലാ ഏരിയയിലേക്കും വളരെ പെട്ടെന്ന് തണുപ്പ് എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡിസൈനാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് 120 മുതൽ 150 സ്ക്വയർ ഫീറ്റ് വരെ ഗോദ്രേജ് കവർ ചെയ്യുന്നു എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അത് ഉപയോഗിച്ച ആളുകൾ ഏതെങ്കിലും രീതിയിൽ ഇതിനെക്കുറിച്ച് അറിയുമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഗോദ്രേജ് വലിയ രീതിയിൽ ഞാനിതുവരെ സെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് Carrier ആണ്. Carrier AC-യുടെ പ്രത്യേകിച്ച് 52 ഡിഗ്രി, പുറത്ത് 52 ഡിഗ്രി സെൽഷ്യസ് ചൂടാണെങ്കിലും വളരെ പെട്ടെന്ന് റൂമിൻ്റെ ഉള്ളിൽ കൂളാക്കാൻ സഹായിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ മോട്ടറൊക്കെ. 6-in-1 ഫ്ലെക്സി കൂൾ എന്ന ഒരു സംവിധാനം ഉണ്ട്. അത് 3500 വാട്ട് കൂളിംഗ്, അതേപോലെ ഫാസ്റ്റ് കൂളിംഗ് ആണ്. 110 സ്ക്വയർ ഫീറ്റ് വളരെ പെട്ടെന്ന് ഫാസ്റ്റ് കൂൾ ചെയ്യുന്നു എന്നവർ പറയുന്നു. ഏകദേശം 3500 വാട്ടാണ് ഈ ഒരു മോട്ടറിൻ്റെ മാക്സിമം കപ്പാസിറ്റി പറയുന്നത്. ഹെയർ ആണ് ഒരു പക്ഷേ കുറച്ചും കൂടി ചൂടുള്ള പ്രദേശത്തേക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 60 ഡിഗ്രി ചൂടാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തണുപ്പിക്കുന്നു. 3600 വാട്ടും കൂടി ഉണ്ട് മോട്ടറിൻ്റെ ഈ ഒരു കപ്പാസിറ്റി. അത് 110 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഈ ഒരു സാധനം കൊണ്ടുപോയി വെച്ചാൽ വളരെ പെട്ടെന്ന് 60 ഡിഗ്രി ചൂടാണ് അപ്സ്റ്റെയറിലാണെങ്കിലും വെക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ഒരു AC-യുടെ ഡിസൈൻ ഉള്ളത്. അപ്പോൾ ഈ AC-കളിൽ നിന്ന് എനിക്ക് തോന്നുന്നത് LG തന്നെയാണ് മികച്ച. 3950 ആണ്
വാട്ട് വരുന്നത്. കുറച്ചും കൂടി സ്പീഡിൽ തണുപ്പിനെ എത്തിക്കാൻ കഴിയും. പക്ഷേ 60 ഡിഗ്രി സെൽഷ്യസിലും AC വളരെ കൂളാക്കുമെന്ന് നമ്മുടെ ഇവർ പറയുന്നുണ്ട്, ഹെയറും പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട സാധനമാണ് അടുത്തത് പവർ കൺസപ്ഷൻ. കറണ്ട് വളരെ കുറഞ്ഞ രീതിയിൽ വർക്ക് ചെയ്യുന്ന AC ഏത് എന്ന് തന്നെയാണ് എല്ലാവരും തിരയുക. ഇതിൽ LG എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസീർ 4.7 ആണ്. ഇയർലി 571 യൂണിറ്റ് പെർ ഇയർ ആണ് കണക്കാക്കുന്നത്. വോൾട്ടാസിൻ്റെ ആണെങ്കിൽ ഐസീർ 5 ആണ്, 511.13 യൂണിറ്റ് പെർ ഇയർ ആണ് അവർ പറയുന്നത്. ഗോദ്രേജ് 584 പെർ ഇയർ, 584 യൂണിറ്റ് പെർ ഇയറിൽ എന്ന് പറയുന്നു. അതുപോലെ കരിയറിൻ്റെ ആണെങ്കിൽ ഐസീർ 5.5 ആണ്, 536 യൂണിറ്റ് പെർ ഇയർ ആണ്. ഇതിൽ ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളത് വോൾട്ടാസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വോൾട്ടാസിന് വലിയ രീതിയിലുള്ള ഇതില്ല. ഓക്കെ, ഹെയർ ആണെങ്കിൽ ഐസീർ 5.15 ആണ്, ഏകദേശം 542 യൂണിറ്റ് പെർ ഇയർലി ആണ് വരുന്നത്. വാറണ്ടി ഇപ്പോൾ എല്ലാ കമ്പനികളും വ്യത്യസ്ത തരത്തിലാണ് വാറണ്ടികൾ കൊടുക്കുന്നത്. ഈ വാറണ്ടിയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇൻവെർട്ടർ ACകളിലൊക്കെ 2 അല്ലെങ്കിൽ 3 ബോർഡുകളൊക്കെ PCB ബോർഡുകളൊക്കെ വരും. ഈ ബോർഡിനൊക്കെ കംപ്ലൈൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. നല്ല രീതിയിലുള്ള ചാർജ് ടെക്നീഷ്യന്മാരെ നമ്മളെ വറ്റിച്ചുകൊണ്ട് ചിലപ്പോൾ ഈടാക്കും. ചെറിയ പ്രശ്നമാണെങ്കിലും വലിയ രീതിയിലുള്ള ഫണ്ട് അവർ ഈടാക്കും. വാറണ്ടിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ LG ആണെങ്കിൽ PCB ബോർഡിന് 5 കൊല്ലവും 10 കൊല്ലം കംപ്രസറിനും 1 വർഷം മൊത്തം പ്രൊഡക്റ്റിനുള്ള വാറണ്ടിയാണ് അവർ കൊടുക്കുന്നത്. അത് നല്ലൊരു വാറണ്ടി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ പിന്നെ വോൾട്ടാസ് ഉള്ളത് 1 കൊല്ലം ഇൻഡോറിനും 10 കൊല്ലം കംപ്രസറിനും ആ ഒരു PCBക്ക് അവർ വാറണ്ടി ആ 1 ഇയറിനുള്ളിലേ കൊടുക്കുന്നുണ്ടാവുള്ളൂ. ഗോദ്രേജ് ആണെങ്കിലും സെയിം തന്നെ, 1 വർഷം ഇൻഡോർ, 10 വർഷം കംപ്രസർ. കരിയറും സെയിം സാധനം തന്നെ, 1 കൊല്ലം ഇൻഡോറിനും 10 കൊല്ലം കംപ്രസറിനും. ഹെയറിനാണെങ്കിൽ 5 കൊല്ലമാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മൊത്തത്തിലുള്ള വാറണ്ടി കൊടുക്കുന്നത്. 12 വർഷം കംപ്രസറിനുള്ള വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കണം. പിന്നെ പ്രൈസിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40,000 താഴെ എന്നൊരു എമൗണ്ട് എനിക്ക് പറയാൻ കഴിയുള്ളൂ. അതിനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 30,000 മുതൽ 40,000 ഉള്ളിൽ ഏത് വേരിയേഷനും ചിലപ്പോൾ കിട്ടും. അപ്പം ഞാൻ പറയുന്ന ഒരു വിലയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ അത് വീഡിയോനെ ബാധിക്കുമല്ലോ, മോശമല്ലേ? നമ്മൾ നിറച്ച് നല്ല കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു കാര്യം പറഞ്ഞ് തെറ്റിക്കേണ്ട വെച്ചിട്ടാണ്. പ്രൈസിങ് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് തന്നെ പരിശോധിക്കുകയാണ് നല്ലത്. ഓൺലൈനിൽ ചിലപ്പോൾ വില കുറയും. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങിയ നല്ലൊരു AC ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പവർ കൂളിങ്, അത്യാവശ്യം ഏരിയ കവർ ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പവർ കൺസപ്ഷൻ മാത്രമാണ് നിങ്ങൾ നോക്കുന്നത്. വോൾട്ടാസാണ് ഏറ്റവും നല്ലത്. വോൾട്ടാസിൽ പവർ കൺസപ്ഷൻ കുറവാണ്. 4-in-1 കൂളിംഗ് ഏരിയാസ് കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 110 സ്ക്വയർ ഫീറ്റിൽ AC നല്ല കിടിലൻ്റെ വർക്ക് ചെയ്യും. നോർമലി വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ റിമോട്ടും യൂസ് ചെയ്യാൻ കഴിയും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോൾട്ടാസ് നമ്പർ 1 ആയിട്ട് ഞാൻ വെക്കും. അതല്ലാതെ നിങ്ങൾക്ക് വേണ്ടത് ഏകദേശം നല്ല തണുപ്പ് വേണം, അത്യാവശ്യം നല്ല രീതിയിൽ നല്ല കാറ്റും വേണം, തീരെ ശബ്ദവും പാടില്ല, അങ്ങനെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ LG ആയിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാം. LG അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തണുപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കരിയർ അത്യാവശ്യം നല്ല രീതിയിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഓപ്പറേഷനാണ്. ഓപ്പറേറ്റിംഗ് ഒക്കെ വളരെ സുഖമാണ്. അതും അത്യാവശ്യം ഏരിയ കവർ ചെയ്യും. പിന്നെ നല്ല ഏരിയ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ടോപ്പ് AC ആയിട്ടുള്ള ഹെയർ ആണ്. ഒരു 120 ഒക്കെ കറക്റ്റ് ആവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരു ഹെവി ഡ്യൂട്ടിക്ക് ഹെയർ നല്ലതാണ്. പിന്നെ ഗോദ്രേജും വളരെ സിമ്പിൾ മെത്തേഡാണ്, യൂസിങ് എളുപ്പമാണ്. ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ ACയിലും വിത്തൗട്ട് സ്റ്റെബിലൈസറാണ്, എന്നാലും സ്റ്റെബിലൈസർ വെച്ചോളൂ. പിന്നെ ഈ പറഞ്ഞ എല്ലാ ACകളും ഇൻവെർട്ടറാണ്. 2 AC ഗോദ്രേജും LGയും ഡുവൽ ഇൻവെർട്ടറാണ്. ഒന്നും കൂടി കറണ്ട് താഴെയാവും. പിന്നെ പറഞ്ഞ ACകളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നമുക്ക് നല്ല രീതിയിൽ സർവീസ് കിട്ടുന്ന ACകളാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായി നോക്കുക. വാങ്ങുന്ന ACയിൽ നല്ല സർവീസും കാര്യങ്ങളും ഇല്ലെങ്കിൽ നമ്മളത് വാങ്ങി വെച്ചതിന് ശേഷം എന്തെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്യുന്ന ആകെ പ്രശ്നം. ചില ആളുകൾ പറയുന്നു ഫിറ്റിങ്ങിന് വിളിച്ചാൽ ചില കമ്പനിക്കാരെ കിട്ടാൻ വലിയ പ്രയാസമാണ്. പ്രയാസമാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഏകദേശം 6 ലക്ഷം ACകളാണ് ഇതിനോടകം വിറ്റത്. അപ്പോൾ നല്ല രീതിയിൽ സെയിൽ ഇവിടെ മാർക്കറ്റ് തകൃതിയായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ തേർഡ് പാർട്ടിക്ക് കൊടുത്തിട്ടാണ് എല്ലാ കമ്പനികളും AC ഫിറ്റ് ചെയ്യുന്നത്. അതിൽ LG വോൾട്ടാസ് ഒക്കെ അവരുടെ സ്വന്തം കമ്പനി ആണ് ഈ ഒരു ഫിറ്റിംഗ് ഏറ്റെടുത്തിട്ട് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ്. LG നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, LG ACയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത്
അവർ തന്നെയാണ് ഫിറ്റിംഗ് കാര്യങ്ങൾ എടുക്കൽ. ലോക്കൽ കമ്പനീസ് അവിടെ ഇവിടെ ഒന്നും കൊടുക്കാറില്ല എന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പരിശോധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് ഇതിലേത് എ സി ആണ് നല്ലത് തോന്നുന്നത് നിങ്ങൾക്ക് അത് എടുക്കാം എന്നുള്ളതാണ്. കറണ്ട് ബില്ല് മാത്രമാണ് നോക്കുന്നത് വെച്ചാൽ അത് നോക്കാം. അത്യാവശ്യം കൂളിംഗ് മാത്രം നോക്കുന്നവർക്ക് അതെടുക്കാം. അങ്ങനെ മോട്ടറിൻ്റെ കപ്പാസിറ്റി നോക്കുന്നവർക്ക് അതെടുക്കാം. അതാണ് ഈ ഒരു കുറച്ച് കാര്യങ്ങളിലൂടെ തന്നെ ഒരു എ സി ഏത് നല്ലത് എന്ന് തീരുമാനിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ എന്തായാലും 110 കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ചെയ്തതാണ്. ഇനി വേറെ വല്ല അഭിപ്രായങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും വരും. അതുവരെ വിശ്വസന്ധി കൊടുത്താൽ